നിരന്തരം യുദ്ധങ്ങളും കലഹങ്ങളൊക്കെ ആയപ്പോൾ മക്ക ഖുറൈശികളായിട്ട് പ്രവാചകൻ ഒരു സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട്. സമാധാനം പുലരണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് മാത്രം സ്വഹാബത്ത് പലരും എതിർത്തിട്ടും പ്രവാചകൻ ആ സന്ധിയിൽ ഒപ്പുവെച്ചു. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കണമെന്നും, മറിച്ച് മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് മക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവരെ സ്വീകരിക്കണം എന്നതായിരുന്നു ഒരു വ്യവസ്ഥ. കരാർ ഒപ്പുവെച്ച് എല്ലാവരും പിരിയാൻ നേരം വിദൂരതയിൽ നിന്ന് ചെങ്ങലക്കിലക്കം കേൾക്കുന്നു. അതെ, അബൂജന്തൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ വീട്ടുകാർ തടങ്കലിലിട്ടതായിരുന്നു അദ്ദേഹത്തെ. പ്രവാചകനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ചെങ്ങലക്കെട്ടുകൾ പോലും പൊട്ടിച്ച് മരുഭൂമി താണ്ടി വന്നതാണ് അദ്ദേഹം. ചോരപ്പാടുള്ള ശരീരവുമായി പ്രവാചകന്റെ കാൽക്കീഴിൽ വീണിട്ട് പറഞ്ഞു, നബിയെ, എന്നെ രക്ഷിക്കണം. ഖുറൈശികൾ സമ്മതിച്ചില്ല, കരാറ് പാലിക്കണം. പ്രവാചകൻ നടുങ്ങിപ്പോയി. മരുഭൂമി മുഴുവൻ, ഈ ചെങ്ങലക്കെട്ടുകൾ മുഴുവനും താണ്ടി വന്ന അബൂജന്തലിനെ എന്തു പറഞ്ഞാണ് ഞാൻ തിരിച്ചയക്കേണ്ടത്? അബൂജന്തൽ, നീ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ. എന്നെ ഈ ക്രൂരന്മാർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണോ റസൂലെ? വിങ്ങിപ്പെട്ടുന്ന അബൂജന്തലിനോട് പ്രവാചകൻ പറഞ്ഞു, വിജയം അടുത്തെത്തിയിരിക്കുന്നു, അല്പസമയം കൂടി കാത്തിരിക്കൂ. മക്ക ഖുറൈശികൾ അദ്ദേഹത്തെയും വലിച്ചു കൊണ്ടുപോയി. കൂടി നിൽക്കുന്നവരുടെ കാതുകളിൽ മുഴുവനും അബൂജന്തലിൻ്റെ നിലവിളികളാണ്. അവർ പകച്ചുപോയി, എന്ത് സന്ധിയാണിത്? എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ മക്ക ഫത്തഹിലേക്ക് മുസ്ലിങ്ങളെ എത്തിച്ചത് ഈ സന്ധിയാണ്. നല്ല നാളേക്കായുള്ള പ്രവാചകന്റെ കാത്തിരിപ്പ്, ക്ഷമയുടെയും സഹനത്തിൻ്റെയും വിജയം.